നമസ്കാരം. ഇന്നലെ നാം ചിന്തിച്ചു വിവാഹത്തിന് പൊരുത്തം നോക്കണോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ വിവാഹത്തിന് പ്രഥമ ദൃഷ്ട്യാ കന്യകയുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. സ്ത്രീ അതിന് സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് കന്യാദാനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ, വിവാഹം കഴിപ്പിച്ചയക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞ വിഷയം ബുദ്ധിമതേഹേ കന്യാം പ്രയച്ഛേതെന്ന് ആശുലായനൻ പറഞ്ഞു. ബന്ധുശീല ലക്ഷണസമ്പന്ന ശ്രുതവാൻ അരോഗ ഇതി വരസമ്പത്ത്, ഇത് ബോധായന മഹർഷി പറഞ്ഞു. ഇനി കുലം ച ശീലം ച എന്നിങ്ങനെ പോകുന്നു. വയസ്സ്വരൂപം എന്നൊക്കെ പറഞ്ഞു. ഏതാൻ സപ്ത പരീക്ഷയ എന്ന് പറയുന്നു, യമൻ പറയുന്നു. ഇതിലൊന്നും പൊരുത്തം നോക്കി ജാതകം നോക്കി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് പൊരുത്തം നോക്കണ്ട എന്ന് കൽപ്പിക്കരുത്. അന്ന് നമ്മുടെ ജീവിത രീതി എല്ലാം സാത്വികമായ രീതി, വേറെ രീതി, അതായത് കൂടുതൽ ധർമ്മചിന്ത, പ്രാരബ്ധകർമ്മം അനുഭവിച്ചു പോരുകയാണ്. ജീവിത രീതിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അന്നൊക്കെ. ഇന്ന് വേറെ രീതിക്ക് മാറ്റമുണ്ട്. കാലക്രമേണ അന്ന് ഇത്രയും അസുഖങ്ങളില്ല. ഓട്ടിസം എന്ന് പറയുന്ന അസുഖം എത്ര കാലമായി വന്നിട്ട്, അതുപോലെ പല അസുഖങ്ങളും നോക്കിയാൽ തന്നെ പുതിയ പുതിയ അസുഖങ്ങളാണ് വരുന്നത്. പുതിയ മരുന്നുകൾ വരുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സനാതനധർമ്മം ഇങ്ങനെ എന്താ പറയുക, എല്ലാത്തിനെയും ഉൾപ്പെടുത്തി നല്ലതിലേക്കാണെങ്കിൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. അങ്ങനെ ജ്യോതിഷത്തിൽ വരുമ്പോൾ ഈ ജാതകം എന്ന് പറയുന്നത് അവനവൻ്റെ പ്രാരബ്ധ കർമ്മമാണല്ലോ. അപ്പം നമ്മുടെ ആചാര്യന്മാരെല്ലാം ചിന്തിക്കുവാൻ തുടങ്ങി. ഋഷികൾ സംഹിതയിലെല്ലാം എഴുതി ഈ ജ്യോതിഷം എങ്ങനെയാണ് എന്താണെന്നൊക്കെ സംഹിതയിലൂടെ നമുക്ക് എത്തിച്ചു തന്നു, കുറേ ഇൻഫർമേഷൻ പ്രമാണങ്ങളിലൂടെ. അപ്പം അങ്ങനെ ചിന്തിച്ച് ജാതകം അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരുന്നതാണെന്ന് പറഞ്ഞു. പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തത്സപങ്ക്തിം ഗ്രഹാഹ സർവേ സൂചയന്തി ജന്മനി. ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞു. ഗ്രഹങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് സമാധാനമായി. ഗ്രഹങ്ങളെ കൊണ്ടല്ല നമുക്ക് ദോഷം വരുന്നത് എന്ന് മനസ്സിലായി. ഗ്രഹങ്ങൾ നമ്മുടെ തന്നെ കർമ്മത്തെ കാണിച്ചു തരുന്നു എന്ന് മനസ്സിലായി. പ്രാരബ്ധസജ്ഞ മനുഷ്യജാതവും ജാതക ചിന്തനം. അപ്പോൾ മനുഷ്യജാതിയിൽ, അവിടെ ജാതി എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ആ വാക്കിൻ്റെ അർത്ഥം മനുഷ്യജാതിയിൽ അവനവൻ്റെ പ്രാരബ്ധകർമ്മത്തെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ജാതകം. അവനവൻ്റെ പ്രാരബ്ധകർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നാം സ്വന്തം ഇച്ഛാശക്തിയെ നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ ജാതകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ജ്യോതിഷ ആചാര്യന്മാരെല്ലാം തന്നെ ചിന്തിച്ചു, ഇത് പ്രാരബ്ധകർമ്മമാണെങ്കിൽ പുരുഷൻ്റേത് പ്രാരബ്ധകർമ്മത്തെ നാം ചിന്തിച്ചു, ജാതകമെടുത്തു. സ്ത്രീയുടെ ജാതകമെടുത്തു, അവളുടെ പ്രാരബ്ധകർമ്മത്തെ ചിന്തിച്ചു. ഇതിങ്ങനെ പ്രാരബ്ധകർമ്മത്തെ നാം നോക്കി. ഇത് രണ്ടും നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഇച്ഛാശക്തി കൊണ്ട് നാം വിവാഹത്തിന് പൊരുത്തത്തിന് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത വന്നു. ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? എന്തു തന്നെയായാലും ശരി, യസ്യാ മനസമാസക്തം താമേവ വിവഹേദ്ബുധഃ എന്ന് പറഞ്ഞു. യസ്യാ മനസമാസക്തം, മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു തരത്തിലും പൊരുത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, മനസ്സിന് ഇഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ എന്ത് എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ അവരുടെ ചിന്തയ്ക്ക് കാരണമായത്. അപ്പോൾ പ്രാരബ്ധ കർമ്മത്തെ അന്യോന്യം ഒന്ന് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന നക്ഷത്രത്തിന് ഈ വേറൊരു നക്ഷത്രം കൊണ്ട് ഇത്ര പൊരുത്തമെങ്കിലും കിട്ടുന്നുണ്ട് എന്നുള്ള ചിന്തയ്ക്ക് കാരണമായി. അപ്പോൾ സാമാന്യേന ഇരുവരുടെയും ചിന്ത ഒരേ രീതിക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത്രയേ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അടുത്ത കാര്യത്തിലേക്ക് ചിന്തയായി പാപസാമ്യം, ദശാസന്ധി, കുജദോഷ സാമ്യം എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ. ഇത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. കാരണം ഇതൊരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 3 ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോരുന്നത്. നമുക്ക് നാളെ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമസ്കാരം.